ശ്രീലക്ഷ്മി നമസ്കാരം. ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറമെ വലിയ രീതിയിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നടൻ സിദ്ദിഖ് രാജിവെച്ചു കഴിഞ്ഞു, രഞ്ജിത്ത് രാജിവെച്ചു കഴിഞ്ഞു, എല്ലാവരും രാജിവെച്ചു കഴിഞ്ഞു. ഇനി ഒരു യുവ സൂപ്പർ സ്റ്റാർ പുറത്തു വരാനുണ്ട്. സോണിയ മൽഹാർ എന്ന് പറഞ്ഞ നടിയെ കടന്നു പിടിച്ച ഒരു യുവ സൂപ്പർ സ്റ്റാറിന്റെ പേര് വെളിപ്പെടാനുണ്ട്. അതിനിടയിൽ വരുന്ന വലിയൊരു ആരോപണം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ബംഗാളി നടിയായിട്ടുള്ള അവര് പാലേരി മാണിക്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് രഞ്ജിത്ത് ഇത്തരത്തിലൊരു അതിക്രമം കാണിച്ചെന്നാണ് അവർ പറയുന്നത്. മമ്മൂട്ടി എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. സിദ്ദിഖിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ഹീനമായിട്ടാണ് തന്നെ ഉപദ്രവിച്ചതെന്നാണ് ആ നടി പറയുന്നത്. സിദ്ദിഖ് തന്റെ മുമ്പിൽ നിന്ന് സ്വയംഭോഗമടക്കം ചെയ്തു. അതിനുശേഷം സിദ്ദിഖ് വളരെ മോശമായി പെരുമാറി. മോളെ മോളെ എന്ന് വിളിച്ചുകൊണ്ടാണ് സിദ്ദിഖ് ആദ്യം പെരുമാറിയത്. എങ്കിലും അതിനുശേഷം വളരെ മോശമായിട്ട് പെരുമാറി എന്നാണ് പറയുന്നത്. ഇനിയും ഒരുപാട് ആൾക്കാരുടെ പേരുകൾ പുറത്തു വരാനുണ്ട്. നമുക്കറിയാം ഇടവേള ബാബുവിന്റെ പേര് പുറത്തു വന്നു. അങ്ങനെ പല ആൾക്കാരുടെയും പേരുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഇത്തരത്തിലുള്ള പേരുകളൊക്കെ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മലയാളത്തിലെ വലിയ വടവൃക്ഷങ്ങൾ എന്ന് പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയും പ്രതികരിക്കാതെ ഇരിക്കുന്നത്? കാരണം മുകേഷിനോട് പ്രതികരണം ചോദിച്ചാൽ, മുകേഷ് നമുക്കറിയാലോ സിദ്ദിഖിന്റെ ഉറ്റ മിത്രമാണ്. അപ്പൊ മുകേഷിനോട് പ്രതികരണം ചോദിച്ചപ്പോൾ മുകേഷിനൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ മുകേഷ് ആകെപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഗണേഷ് കുമാർ പ്രതികരിക്കാനേ ഇതുവരെ തയ്യാറായിട്ടില്ല. ഗണേഷ് കുമാർ ഓടുകയാണ്. ഗണേഷ് കുമാർ മാധ്യമങ്ങൾ അടുത്തെത്തുമ്പോഴേ ഗണേഷ് കുമാർ ഓടുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം വരെ വളരെ കോൺഫിഡൻസിൽ പ്രതികരിച്ചുകൊണ്ടിരുന്ന ഗണേഷ് കുമാർ ഈ പേരുകളൊക്കെ പുറത്തു വന്നതും അത് സ്വന്തം സുഹൃത്തുക്കളാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ ഗണേഷ് കുമാർ നമുക്കറിയാമല്ലോ, ഇപ്പൊ KSRTC മന്ത്രിയായ ശേഷം ഗണേഷ് കുമാർ എല്ലായിടത്തു നിന്നും വലിയ രീതിയിൽ വായ്ത്താളം ഓടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ അടുത്ത് നിന്നായിരുന്നാലും മറ്റേ ആ സ്വാമിയുടെ അവിടെ കൊല്ലത്തെ ആ മഠത്തിലെ സ്വാമിയുടെ അടുത്തൊക്കെ പോയിന്ന് സ്വാമിയെ വരട്ടുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഗണേഷ് കുമാറിന് ഇതിന് മാത്രം മറുപടി ഒന്നുമില്ല എന്നാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയധികം ആൾക്കാരുടെ പേര് വന്നു. ഈ പാലേരി മാണിക്യം എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സെറ്റിൽ വെച്ചാണ് ഈ നടി ആക്രമിക്കപ്പെട്ടത് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിന് പ്രതികരിക്കാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം മമ്മൂട്ടിക്കില്ല. കാരണം ജഗദീഷ് പ്രതികരിച്ചിട്ടുണ്ട്, ഇതിലൊന്നിനുമില്ലാത്ത ഇന്ദ്രൻസ് പ്രതികരിച്ചിട്ടുണ്ട്, നടിമാരായിട്ടുള്ള ഉർവശി, അൻസിബ, അങ്ങനെയുള്ള പല ആൾക്കാരും ഈ റിപ്പോർട്ടിന് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ നടന്മാർ പ്രതികരിക്കാത്തത്? പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള, ഇനി അടുത്തൊരു കാര്യമുണ്ട്, പൃഥ്വിരാജ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? മുക്കിന് എല്ലാ വിഷയത്തിനും പോസ്റ്റ് ഇടുന്ന പൃഥ്വിരാജ്, രഞ്ജിത്ത് പൃഥ്വിരാജിന്റെ ഗുരുനാഥനായതുകൊണ്ടാണോ പ്രതികരിക്കാത്തത്? കാരണം നമുക്കറിയാം നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വന്നപ്പോ ആദ്യം പ്രതികരിച്ചത് പൃഥ്വിരാജാണ്. കാരണം എന്നിട്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു, തന്റെ സിനിമകൾ, താൻ സംവിധാനം ചെയ്യുന്ന സിനിമകളിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ എക്സ്പോസ് ചെയ്യുന്ന സീനുകൾ താൻ ഉപയോഗിക്കില്ല, ഐറ്റം ഡാൻസുകൾ ഉപയോഗിക്കില്ല എന്നൊക്കെ പൃഥ്വിരാജ് ആ സമയത്ത് വലിയ നിലപാടുകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പോലും ഇപ്പൊ പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവരൊന്നും പ്രതികരിക്കാതിരിക്കുന്നത്? ഭയമാണോ കാരണം? ധനുഷ്, ഈ വിഷയത്തിൽ ആരൊക്കെ പ്രതികരിക്കും ആരൊക്കെ പ്രതികരിക്കില്ല എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ. കാരണം സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ വിചാരിച്ചതിലും അങ്ങേയറ്റം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ പോലും അതിൽ നമ്മൾ കേട്ടതിലും ഭീകരവും ഭയാനകവുമാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ കഥകൾ എന്നാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതരത്തിലുള്ള ക്രൈമുകൾ നടക്കുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. വർക്ക് പ്ലേസിലെ ഹറാസ്മെന്റ് മുതൽ ഇവരെ സ്ത്രീകളെ സ്റ്റോക്ക് ചെയ്യുന്നത് ഉൾപ്പെടെ പല രീതിയിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, റേപ്പ് ചെയ്യുന്നു, അതിക്രൂരമായി റേപ്പ് ചെയ്യുന്നു, പോക്സോ കേസിൽ ചെറിയ കുട്ടികളെ ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായി ബോധ്യമായി. കാരണം അതിന്റെ ഇരകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും ഇരകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതി നമ്മളൊക്കെ ഇതൊക്കെ പണ്ടുമൊക്കെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ചെന്നാൽ അവസരങ്ങൾക്ക് വേണ്ടി ചെല്ലണമെങ്കിൽ, അല്ലെങ്കിൽ അവസരം കിട്ടണമെങ്കിൽ നടന്മാരുടെ കൂടെയോ പ്രൊഡ്യൂസർമാരുടെ കൂടെയോ അല്ലെങ്കിൽ സംവിധായകരുടെ കൂടെയോ ഒക്കെ പോകണമെന്ന് നമുക്ക് കേട്ടുകഴിവ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോ അത് യാഥാർത്ഥ്യമാണെന്ന രീതിയിലേക്ക് ഒരു ഓതന്റിക് റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതിനൊപ്പം സാക്ഷിമൊഴികളും അതിൽ ഇരയാക്കപ്പെട്ടവരുടെ കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നു. അപ്പൊ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ആർക്കൊക്കെ പ്രതികരിക്കാൻ കഴിയും ആർക്കൊക്കെ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയില്ല. പിന്നെ ചില നടന്മാർ ചിലപ്പോൾ സിനിമ ഷൂട്ടിങ്ങിലോ ഒക്കെ ആവും. അവരെ നമ്മൾ പുറത്ത് കാണാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പ്രതികരണം ചോദിക്കാതെ ഇരുന്നത് കൊണ്ടും ആവാം. പിന്നെ എല്ലാ വിഷയത്തിലും ഫേസ്ബുക്ക് പോസ്റ്റൊന്നും എല്ലാവരും ഇടില്ല. അവർക്ക് കൺസേൺ വിഷയങ്ങൾ മാത്രമേ ഇടത്തുള്ളൂ. ഇതിലെന്തെങ്കിലും അവർക്ക് സംസാരിക്കാനുണ്ടോ അല്ലെങ്കിൽ എന്തായാലും മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. ഒരുപക്ഷെ അമ്മ പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നതാണ് ഒരുപക്ഷെ നമ്മുടെ സിദ്ദിഖിന് പ്രശ്നമായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിദ്ദിഖ് അത്രയോ ഒന്നുമില്ലെങ്കിൽ പ്രതികരിക്കാനില്ല, പിന്നീട് പറയാം എന്ന് പറയുകയോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്കാണ് കൂടുതൽ ഇത് പ്രതികരിക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ ഇപ്പൊ രഞ്ജിത്തിനായാലും സിദ്ദിഖിനായാലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരികയും രണ്ടുപേരും പ്രതിസന്ധിയിലാവുകയും ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമയിലെ ഒരു സംഘടനയും സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഉണ്ടാക്കിയ അക്കാദമിയുടെയും തലപ്പത്തിരിക്കുന്നവരാണ് രണ്ടുപേരും. അത് കാര്യവും വർദ്ധിക്കുകയാണ്. അത് മാത്രമല്ല സിദ്ദിഖ് ഈ
പ്രതികരണം നടത്തിയ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജീവിതത്തിൽ ഒരിക്കലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവരാണ് സിനിമാക്കാരൻ നമുക്കറിയാം. സ്ത്രീയെ വെറും ഉപഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു നല്ല ബാത്റൂമോ വർക്ക് പ്ലേസിൽ ഹരാസ്മെന്റ് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും രണ്ട് സ്ത്രീകളെ ഇടവും വലവും വിളിച്ചിരുത്തി വാർത്താ സമ്മേളനം നടത്തുന്നത് ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിരിക്കും. എന്തെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ നടിയെ ആക്രമിച്ച കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ജീവിതത്തിലും സ്ത്രീകൾക്ക് വില കൊടുക്കാത്ത ഒരു വ്യക്തിയാണോ? ആയിരിക്കാം. എനിക്ക് സിദ്ദിഖിനെ നേരിട്ട് പരിചയമില്ല. നമ്മളോട് അത്തരത്തിൽ ഇനി അഥവാ പരിചയമുണ്ടെങ്കിൽ തന്നെ നമ്മളോട് അങ്ങനെ ചാടിക്കേറി ഇതിന് വരാനുള്ള ഒരു സാധ്യത, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കുറവുമുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് വ്യക്തിപരമായി അറിയില്ല. പക്ഷെ പറഞ്ഞു കേൾക്കുന്ന കഥകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ നേരത്തെ മരിച്ച അവസ്ഥയൊക്കെ അന്നും ഇതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. പിന്നീട് വേറൊരു മലയാളത്തിലൊരു നടിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ പല രീതിയിലുള്ള ആരോപണങ്ങൾ പലപ്പോഴും വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ വരികയും അവിടെ ആ വിഷയങ്ങൾ അവിടെ അടഞ്ഞു പോവുകയും ചെയ്യുക ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഒരടി മുമ്പോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴും സിദ്ദിഖിന്റെ അല്ലെങ്കിൽ സിദ്ദിഖ് ചിന്തിച്ചിരുന്നത് ഒരിക്കലും ഇതൊന്നും പുറത്തു വരില്ല, തനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയാൽ ആരും പുറത്തു വരില്ല, ഒരു സ്ത്രീയും പരാതിക്കാരായി മുന്നോട്ട് വരില്ല, സംഭവിച്ചതൊക്കെ അടക്കിപ്പിടിച്ച് ജീവിച്ചോളും എന്നൊരു ധാരണ അത് സിദ്ദിഖിന്റെ ശരീരഭാഷയിൽ അടക്കമുണ്ട്. അതിന്റെ കൂടെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ ചില സ്ത്രീകൾ, ഇവരാരും സംഭവിക്കാത്ത സ്ത്രീകളാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഏതാണ്ട് ഒരു 90% സ്ത്രീകൾ സിനിമയിൽ വന്ന് നിലനിൽക്കണമെങ്കിൽ ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഈ പ്രൊഡ്യൂസർമാര് ഈ മറ്റ് രാജ്യങ്ങൾ ഇപ്പോ ആരെങ്കിലും ഒക്കെ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ എവിടെയെങ്കിലും പോയി 10 പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പല പുതുപ്പണക്കാരന്റെയും ഗൾഫിലും ഒക്കെ പോയി അമേരിക്കയിലും ഒക്കെ പോയി പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ആവശ്യം സിനിമ പിടിക്കുക എന്നുള്ളതാണ്. ഈ സിനിമ പിടിക്കാൻ വരുന്നവരൊക്കെ അവിടെ പോയി ഇത്രയും കഷ്ടപ്പെട്ട്, എനിക്കറിയാം പലരും തെണ്ടിപ്പോയത് അങ്ങനെയാണ്. പല വലിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരൻ, അയാൾക്ക് വലിയ പ്രശ്നമുണ്ടായത് ഇതേപോലത്തെ വിഷയം കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ പ്രൊഡ്യൂസർമാർ പലരും സിനിമ എടുക്കാൻ വരുന്നത് തന്നെ നടിമാരോടുള്ള എനിക്കറിയുന്ന ഒരു സംവിധായകനുണ്ട്. ആ സംവിധായകനോട് ഒരിക്കൽ ഒരാൾ സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ എന്താണ് സംസാരിക്കുന്നതിന്റെ കോണ്ടസ്റ്റ് എന്റെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു നടിയെ ആവശ്യമുണ്ട്, എത്ര രൂപ വേണമെങ്കിലും ആ നടിയെയാണ് ആവശ്യം, ആ നടിയെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അയാൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ഈ സിനിമാ സംവിധായകൻ സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെടുന്ന ഒരാളേ അല്ല. അദ്ദേഹം മറ്റുള്ളവർക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന അദ്ദേഹം ഉണ്ടാണ്. നമുക്ക് ചിലപ്പോഴെങ്കിലും അദ്ദേഹം ഈ കുശുമും കുന്നായ്മയും കുത്തിത്തിരിപ്പൊക്കെയാണ് പറയുന്നതെന്ന് തോന്നലുണ്ടാകുമെങ്കിലും ആ വിഷയത്തിൽ അയാൾ വളരെ മാന്യനായ ഒരാളാണ്. അദ്ദേഹം അപ്പൊ പറഞ്ഞു, എനിക്ക് ഈ പണിയില്ല, ഞാൻ സിനിമ ചെയ്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, അത്തരം ഇടപാടുകൾക്ക് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുന്നത് ഞാൻ ഇത് കണ്ടോണ്ടാണ് പെട്ടെന്ന് പോയി ചോദിക്കുന്നത് എന്താണ്. അപ്പൊ പുള്ളി എന്നോട് ആളും ഒന്നും പറയാതെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതായത് പൊതുവെ ഇത്തരം ഈ വരുന്ന ഇങ്ങനെ വരുന്ന പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന പലരെയും കൊണ്ട നടക്കുന്ന നടിമാരുമുണ്ട്. ഷുഗർ ഡാഡി എന്നാണ് ഇത്തരം ഈ നടിമാരുടെ ഇത്തരം അങ്കിളുമാർക്കുള്ള പേര്. അങ്കിൾ എന്നൊക്കെയാണ് വിളിക്കുന്നതെങ്കിലും ഇത്തരത്തിൽ എനിക്ക് പല നടിമാരെയും അറിയാം. അവർക്ക് ഇത്തരത്തിലുള്ള പണം ഉണ്ടാക്കാനുള്ള വേറെ ചില മാർഗങ്ങളുണ്ട്. അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോവുക, അവിടെ ചെന്ന് അവിടെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഡൗട്ടോ. ഷുഗർ ഡാഡി എന്ന് പറയുന്നത് എക്സാക്ട് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള സ്ത്രീക്ക് ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു അവരുടെ ലൈംഗിക താല്പര്യം പൂർത്തീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരിയെ കൊണ്ടു നടക്കും, മറിച്ച് അവരുടെ പണത്തിനുള്ള ആവശ്യങ്ങളെല്ലാം അവർ പൂർത്തീകരിച്ചു കൊടുക്കും. അതാണ് ഷുഗർ ഡാഡി. അതെ, അത്തരത്തിലുള്ള ചില ആൾക്കാരെയും നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ കാണാവുന്നതാണ്. ചിലപ്പോൾ ചിലർക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ സംഭവിച്ചിട്ടില്ലെങ്കിലും വളരെ ചെറിയൊരു ശതമാനത്തിനായിരിക്കും, 1%-നോ 2%-നോ ആയിരിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്. അത് ഞാൻ പറഞ്ഞു, പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവർ, ഏതെങ്കിലും സിനിമ പ്രൊഡ്യൂസർമാരുടെ ആ വരുന്ന ആർക്കെങ്കിലും ഒക്കെ ആവും അത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. അല്ലാത്തവരുടെ ഒക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും. അത് പല രീതിയിൽ ഒരു പക്ഷേ പ്രേമം നടിച്ചോ അല്ലെങ്കിൽ പല രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും പലരും ഇപ്പോൾ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത്, സ്ത്രീകളെ സംബന്ധിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ പറഞ്ഞത്, ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ എനിക്ക് ഇത്തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെന്റോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ എന്നോട് പെട്ടെന്ന് ചാടിക്കരുത്, എനിക്ക് ഉണ്ടായിട്ടുള്ളത് കുറച്ച് അവഗണന മാത്രമാണ്. എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അവഗണനകളാണ്. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്റെ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പലപ്പോഴും പലരെയും ചൂഷണം ചെയ്യുന്ന കഥകളും പല രീതിയിലുള്ള കഥകളും എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സ്ത്രീ ഒരു വിഷയം, അതും നമ്മുടെ ഇൻഡസ്ട്രി പോലൊന്നും അല്ലല്ലോ,
ഈ പത്രപ്രവർത്തനമോ അല്ലെങ്കിൽ വേറെ എവിടെയും ഉള്ളതിലേറെ പ്രശ്നങ്ങളാണ് ഇതിൽ. കാരണം സിനിമ എന്ന് പറയുമ്പോൾ സിനിമാ സെറ്റിലേക്ക് 10, 40, 50 ദിവസം ഈ പെൺകുട്ടികൾ അടക്കമുള്ളവർ മാറി നിൽക്കുകയാണ്. ഏതെങ്കിലും ഹോട്ടൽ മുറിയിലായിരിക്കാം. അവരുടെ സെക്യൂരിറ്റി, അവർ ഡ്രസ്സ് മാറുന്ന അടക്കം ക്യാമറ ഉണ്ടോ എന്ന് പരിശോധിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലരും ചോദിക്കും എന്തുകൊണ്ടാണ് സ്ത്രീകൾ പറയാതിരുന്നതെന്ന്. ചിലപ്പോൾ ഷൂട്ട് ചെയ്ത ഭാഗങ്ങളിൽ വൃത്തികെട്ട ഭാഗങ്ങൾ ഉണ്ടാകും, അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവരുണ്ടാകും. സത്യം പറഞ്ഞാൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത, 1% പോലും സുരക്ഷിതമല്ലാത്തൊരു മേഖലയാണ് സിനിമയെന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് തന്നെ നമ്മളോട് വൈരാഗ്യമുള്ള ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെയല്ലേ അതിൽ നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും? ഏതെങ്കിലും വാർത്തയിൽ ആവശ്യമില്ലാത്തൊരു വിഷ്വൽ ചേർക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്തകളിൽ എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അത്തരത്തിൽ ചെയ്യും. അതുപോലെ ഒരുപക്ഷെ സിനിമയിലും ഇത് തന്നെയല്ലേ? സിനിമയിൽ അവരെയാണ് ഷൂട്ട് ചെയ്യുന്നത്, നമ്മുടെ പോലെയല്ല. അവരെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ കാണുന്ന രീതിയിൽ എടുത്തു വെക്കുക. ഏതോ ഒരാൾ അവിടെ ചെന്ന് കണ്ടെങ്കിൽ മാത്രമേ വിഷ്വൽസ് ഡിലീറ്റ് ചെയ്യുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് ടെക്നീഷ്യൻ അടക്കം എല്ലാവർക്കും ഇവരെ സ്ത്രീക്ക് ഭയങ്കരമായ സുരക്ഷ വേണ്ട ഒരു മേഖലയാണ് സിനിമ. കാരണം ടെക്നീഷ്യൻസ്മാർക്ക് അടക്കമുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ 2 ക്ലിപ്പ് ഏതിന്റെയെങ്കിലും എടുത്ത് 2 തിരിഞ്ഞോ മറിഞ്ഞോ നിൽക്കുന്ന ക്ലിപ്പ് എടുത്ത് സൂക്ഷിച്ചാൽ ഒരു ടെക്നീഷ്യന് പോലും ഈ സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ കഴിയില്ലേ? അപ്പൊ എത്രമാത്രം അരക്ഷിതാവസ്ഥയുള്ള ഒരു മേഖലയാണ് ഈ സിനിമ എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയെങ്കിലും സിനിമാ സെറ്റുകളിൽ ഇപ്പോൾ ഒരു സംവിധായകനാണ് സിനിമ. സംവിധായകനും പ്രൊഡ്യൂസറും തന്നെ ആയിരിക്കണം അതിന്റെ അന്തിമ വാക്ക്. അല്ലാതെ ഈ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ച്, പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഈ മറ്റുള്ളവരെ എല്ലാം വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിച്ചു കൊടുക്കുന്ന പണി ചെയ്യുന്ന പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഇനി എല്ലാ സിനിമാ സെറ്റുകളിലും സംവിധായകനും പ്രൊഡ്യൂസറുമായിരിക്കണം അവിടെ വിളിക്കുന്ന നടിമാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ അഡ്രസ് ചെയ്യേണ്ടതും അത്തരം പ്രശ്നങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും പ്രൊഡ്യൂസർമാരും സംവിധായകരുമായിരിക്കണം. അല്ലാതെ എല്ലാ ദിവസവും പോലീസിന് പോയി അവിടെ സുരക്ഷ ഉറപ്പാക്കാനൊന്നും കഴിയില്ല സിനിമാ സെറ്റുകളിൽ. അതിനുള്ള നിയമനിർമ്മാണം നടത്തണം. 2, ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിട്ടുള്ള പെൺകുട്ടികൾ, അവർക്ക് വക്കീലിനെ വെക്കാൻ കാശില്ല, അവർക്ക് നിയമസഹായം കൊടുക്കണം, അവർക്ക് സംരക്ഷണം നൽകണം സർക്കാർ. അവർക്ക് ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഈ പെൺകുട്ടികളൊക്കെ ഇനിയും, ഈ പെൺകുട്ടികളെന്നല്ല ആരും ഇപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ആരും മിണ്ടാതിരിക്കുന്നത്? വളരെ കുറച്ച് സ്ത്രീകൾ മാത്രമല്ലേ സംസാരിച്ചിട്ടുള്ളൂ. WCC പോലും അതിലാകെ പാർവതി തിരുവോത്ത് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. ബാക്കി ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇനി 1, 2 സ്ത്രീകൾ, ഇപ്പൊ ഉർവശിക്ക് ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അതിൽ ധീരമായ നിലപാടെടുത്ത അൻസിബയാണ്. അപ്പോ എന്താണ് ഇനി ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? ഒരു സംവിധായകന് തീരുമാനിക്കാൻ പറ്റും, ഞാൻ ഒരു തിരക്കഥാകൃത്ത് തിരക്കഥ എഴുതിക്കൊണ്ടുവരുമ്പോ എന്റെ കഥാപാത്രം ആ ആൾക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ സ്ത്രീകളെ തടയാൻ പറ്റും. ഈ അനുഭവിക്കുന്ന അവഗണന, അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന സംവിധാനം, അതുകൊണ്ടാണ് പല സ്ത്രീകളും മിണ്ടാതിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും അരക്ഷിതമായ മേഖലയാണ് ഇതെന്ന് മനസ്സിലാക്കണം. അതിന് ഞാൻ പറയുന്നത് സ്ത്രീകൾ ഒറ്റക്കെട്ടായി, ഇവിടെയും സ്ത്രീകൾ പലപ്പോഴും വിഘടിച്ചു നിൽക്കുന്നത് ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെയാണ്. ഈ സിനിമാ ഇൻഡസ്ട്രി ആരുദ്ധരിക്കും, എങ്ങനെ ഉദ്ധരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നു. ഈ കോൺക്ലേവ് നടത്തേണ്ട 2 പേർ, ഇപ്പോ ആകെയുള്ളത് മന്ത്രി മാത്രമാണ്. സിനിമയിലെ ഏറ്റവും പ്രമുഖമായ സംഘടന, ആകെയുള്ളൊരു സംഘടന, ആ സംഘടനയുടെ തലപ്പത്തുള്ള ആണ് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. പിന്നെ ആരാണ് കൂടിയിരിക്കേണ്ടത്? ചലച്ചിത്ര അക്കാദമി. സിനിമയുടെ പ്രൊമോഷനും സിനിമയുടെ ബാക്കിയുള്ള നിലനിൽപ്പിനും വേണ്ടി പ്രവർത്തിക്കുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. ഈ കാലാകാലങ്ങളിലായ അക്കാദമിയുടെ ചെയർമാൻമാർ, ഇപ്പൊ 2 ചെയർമാൻമാരാണ് ഇത്തരത്തിൽ പീഡനം ആരോപിക്കപ്പെട്ടത്. ഒരാൾ പോക്സോ, അതിഭീകരമായ കുറ്റകൃത്യം, പോക്സോ അടക്കമുള്ളവ ആരോപിക്കപ്പെട്ടപ്പോഴും ഞാനത് സെറ്റിൽ ചെയ്തു എന്നൊരു ചാനലിന് വൈറ്റ് കൊടുത്ത ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടെ ഉണ്ട്. അയാൾക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? അതെ, ഏത് സ്ത്രീക്കാണ് സുരക്ഷ അങ്ങനെയുള്ള ഈ കേരളത്തിൽ ആരാണ് ഒരു പരാതിയുമായി മുന്നോട്ട് വരിക? ഇതിൽ പരാതിക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഈ കേസ് ഡൈലൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരാതിക്കാരായി ആരെങ്കിലും വന്നില്ലെങ്കിൽ, മൊഴി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ, മൊഴി ഇപ്പോ സ്ത്രീകളെ സംബന്ധിച്ച് നിയമം സ്ത്രീകൾക്ക് വളരെ അനുകൂലമാണ്. വീട്ടിൽ ചെന്ന് മൊഴി എടുക്കാൻ കഴിയും, അവർ ഉള്ള സ്ഥലത്ത് പോയി മൊഴി എടുക്കാൻ കഴിയും, അവർ പറയുന്ന സ്ഥലത്ത് കേസ് മാറ്റാൻ പറ്റും. ഇപ്പോ കാസർഗോഡ് നിൽക്കുന്ന ഒരാൾക്ക് കാസർഗോഡ് കോടതിയിലാണെങ്കിൽ കാസർഗോഡ് കോടതിയിൽ എന്റെ കേസ് വാദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് കേസ് ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ അജ്ഞത, എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് ഈ നിയമവുമായി ബന്ധപ്പെട്ടുള്ള അജ്ഞതകളുണ്ട്. അത്തരത്തിലുള്ള പ്രത്യേകിച്ച് സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഈ ലോകത്തൊന്നും ജീവിക്കുന്നവരെ അല്ല എന്നാണ് എന്റെ പക്ഷം. എത്ര പേർക്കാണ് സാമൂഹികമായ കാര്യങ്ങൾ അറിയുന്ന, അല്ലെ രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുന്ന, നിയമത്തെ കുറിച്ച് അറിയുന്ന എത്ര പേരാണ് സിനിമ രംഗത്തുള്ളത്? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിദ്ദിഖിനുണ്ടാവും. കാരണം സിദ്ദിഖിനെ സംബന്ധിച്ച് പുരുഷന്മാർക്ക് പിന്നെയും കുറച്ചുകൂടി, പുരുഷന്മാർ എനിക്ക് തോന്നുന്നു സാമൂഹ്യ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്. സ്ത്രീകൾ അത്രത്തോളം സിനിമയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കുന്നവരല്ല. പത്രപ്രവർത്തകരിൽ തന്നെ പത്രം വായിക്കാത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും അങ്ങനെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ ഇതിൽ കേസെടുക്കാൻ കഴിയും.
കേസെടുക്കാൻ അതായത് ഒരാൾ തുറിച്ചു നോക്കിയാൽ പോലും കേസെടുക്കാവുന്ന നിയമമുള്ള ഈ നാട്ടിൽ 354 വകുപ്പ് അനുസരിച്ചുകൊണ്ട് കേസെടുക്കാവുന്നതാണ്. സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ 376 റേപ്പ് കേസ് എടുക്കാവുന്നതാണ്. ഇനി ഈ കൺസേൺഡ് ആൾ ഇത് അറിഞ്ഞിട്ട് ഒരു പീഡനം അറിഞ്ഞിട്ട് ഉടൻ തന്നെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് ലളിതകുമാരി കേസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ ഇടങ്ങളിലെ ഹരാസ്മെന്റിനെ പറ്റി വൈശാഖ വേഴ്സസ് രാജസ്ഥാൻ ആ കേസിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തൊഴിലിടങ്ങളിലെ ഹരാസ്മെന്റ് കേസെടുക്കാം, പോക്സോ കേസെടുക്കാം, സ്ത്രീകളെ സ്ട്രോക്ക് ചെയ്ത കേസെടുക്കാം, സ്ത്രീകൾക്ക് മോശം മെസ്സേജ് അയച്ച കേസെടുക്കാം, റേപ്പ് ചെയ്തതിന് കേസെടുക്കാം. ഇങ്ങനെ മൾട്ടിപ്പിൾ ക്രൈമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ കേസിലൊന്നും ഇതുവരെ ഇതിൽ കേസെടുക്കാൻ കഴിയില്ല, ഇതിലൊരു ഒന്നും ഉണ്ടാവില്ല, കേസെടുത്താലും നിലനിൽക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരെ സംരക്ഷിക്കാനാണ് കേരളത്തിലെ സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്ന് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെയും അതുപോലെ തന്നെ സിദ്ദിഖിന്റെയും ഒക്കെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി മാത്രമല്ല, ഇനിയും പുറത്തു വരാനുള്ള വിവരങ്ങൾ കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സംഘടന മാത്രമാണ്, ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമാണ് സിനിമാ രംഗത്തുള്ളത്. പത്രപ്രവർത്തനത്തിൽ ഒരേ ഒരു സംഘടനയാണ്, എല്ലാവർക്കും കൂടി ഒരു സംഘടന. ഈ ജനാധിപത്യമില്ലായ്മ വരുമ്പോ ഇപ്പൊ കോളേജുകളിലാണെങ്കിലും ജനാധിപത്യമില്ലാത്ത കോളേജുകൾ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ ഏകാധിപത്യ പ്രവണതയായിരിക്കും. ഈ ഒരൊറ്റ സംഘടന ഉള്ളതുകൊണ്ടും ആ സംഘടനയ്ക്ക് മാത്രമാണ് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. ഇപ്പൊ KUWJ എന്ന് പറയുന്ന സംഘടനയാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് അമ്മ എന്ന് പറയുന്ന സംഘടനയാണെങ്കിലും അവർ ഒഫീഷ്യലി സർക്കാർ അംഗീകരിച്ചിട്ടുള്ള സംഘടന ഒരു സംഘടന മാത്രമാണ്, വേറൊരു സംഘടനയെ അവർ സമ്മതിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രശ്നം വെച്ചാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ ഏകാധിപത്യ പ്രവണത ഉണ്ടാവും. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒന്നും ഈ രണ്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഈ രണ്ട് സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും വിഷയം വന്നിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായി? KUWJ ആണെങ്കിലും എനിക്ക് പറയാൻ കഴിയുന്ന KUWJ ആയി പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായി ഒരു നിലപാട് അവർക്ക് എടുക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു സംഘടന മാത്രമേ ഉള്ളൂ. ആ സംഘടനയിലാണ് സ്ത്രീവിരുദ്ധരും പെണ്ണുപിടിയന്മാരും കള്ളുകുടിയന്മാരും പിന്നെ മാന്യന്മാരും എല്ലാം ഉള്ളത്. ഒരേ ഒരു സംഘടനയിലാണ്. അവിടെ തുലവും ശബ്ദം കുറവായി പോകുന്നത് മാന്യന്മാരുടേതാണ്. കാരണം ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് ഒച്ച വെക്കാനും ബഹളം വെക്കാനും അലമ്പുണ്ടാക്കാനും പിന്നെ ബഹളം വെക്കാനും സ്ത്രീകളെ കുറിച്ച് മോശം പറയാനും ഒക്കെയുള്ള വലിയ അവർക്കൊരു വലിയ കഴിവ് തന്നെ അതിലുണ്ടായിരിക്കും. അവരുടെ മികവായിരിക്കും അത്. മാന്യന്മാർ എന്ത് ചെയ്യും? മാന്യന്മാർ ഒരു അക്ഷരം മിണ്ടാതെ എഴുന്നേറ്റ് പോകും. അവിടെയാണ് ഈ പ്രശ്നം. ഇപ്പൊ സിനിമാ രംഗത്ത് തന്നെ മാന്യന്മാരുണ്ടോ നമ്മൾ പറയുന്നു. ഈ മാന്യന്മാർക്ക് എന്തുകൊണ്ട് ശബ്ദം ഉയർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഗുണ്ടാ ഗാംഗുകളടക്കം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്ത്രീകൾക്കായാണ്. സ്ത്രീകൾ എങ്ങനെ ഒരു പരാതി പറയും? നാളെ രാവിലെ കൊല്ലപ്പെടുമോ, റേപ്പ് ചെയ്യപ്പെടുമോ, കൊട്ടേഷൻ നൽകപ്പെടുമോ എന്ന് പേടിക്കുന്ന ഒരു മേഖലയിൽ ഏത് സ്ത്രീക്കാണ് പരാതി പറയാൻ കഴിയുക? അത്തരം മേഖലകളിലൊന്നും സ്ത്രീകൾക്ക് പരാതി പറയാൻ കഴിയില്ല. ഇനി ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമാ സെറ്റുകളുടെ നിയന്ത്രണത്തിനായി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയോ, അത്തരം കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഏത് സിനിമ ഷൂട്ട് ചെയ്യുന്നോ, ഏത് സംവിധായകനും പ്രൊഡ്യൂസറും വരുന്നോ, ആ സംവിധായകന്റെയും പ്രൊഡ്യൂസറുടെയും ചുമതലയായിരിക്കും ആ സെറ്റിന് കഴിഞ്ഞ് തിരിച്ചു പോകും വരെ ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ, ഒരു ആൾക്കും പ്രശ്നങ്ങളില്ലാതെ, ഒരു സ്ത്രീയെയും പീഡിപ്പിക്കാതെ, ഒരു സ്ത്രീക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പറഞ്ഞു വിടുക എന്നുള്ളത് അത്തരത്തിൽ നിയമനിർമ്മാണം നടത്തണം. ഞാൻ ചോദിക്കട്ടെ, എന്തൊരു നാണക്കേടാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്? മലയാള സിനിമ വളരെ സീരിയസ് ആയ വിഷയങ്ങൾ കൈകാര്യം ഈ കാര്യങ്ങൾ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഞാൻ മനസ്സിലാക്കി. കാരണം ഈ റിപ്പോർട്ട് വായിച്ച ബാക്കിയുള്ള സിനിമാ നടന്മാര് പോലും അവരുടെ സെറ്റുകളിലെ സ്ത്രീകൾ ഇത്രയധികം ദുരിതം അനുഭവിക്കുന്നില്ലെന്നും ഒരു ദുരിതം അനുഭവിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ ഈ തമിഴിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുള്ള മലയാളം നടിമാരുടെ പഴയകാല ഇന്റർവ്യൂകളൊക്കെ കണ്ടാൽ മനസ്സിലാവും, തമിഴ് സിനിമാ സെറ്റിൽ പോലും വളരെയധികം റെസ്പെക്റ്റോടുകൂടിയാണ് സ്ത്രീകളെ അവര് ട്രീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോഴാണ് ഇത്രയും വലിയ പ്രശ്നം, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മലയാളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് സ്ത്രീകൾക്ക് മൂത്രം ഒഴിക്കാൻ സൗകര്യമില്ല, വസ്ത്രം മാറാൻ സൗകര്യമില്ല, സ്ത്രീകളുടെ കഥകിൽ വന്ന് മുട്ടുന്നു, നാണം കെട്ട് നാറിക്കിടക്കുകയാണ് മോളിവുഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യാതൊരു സംശയമില്ല. കാരണം നമ്മൾ ആലോചിച്ച് നോക്കണം, ബംഗാളിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരു നടി, അവരൊരു ഗസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയോടെ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? ഗോഡ്സ് ഓൺ കൺട്രി, കേരള മോഡൽ, ഇതൊക്കെ നമ്മൾ പുറത്തു പറയുമ്പോഴും കേരളത്തിലൊരു സ്ത്രീക്ക് ശരീരം നൽകാതെ ജോലി ചെയ്യാൻ കഴിയാതെ വരുന്ന അവസ്ഥ ഉണ്ടാവുക, അതും മറ്റൊരു സ്ഥലത്തു നിന്ന് വന്ന ഒരു നടി, അവിടുത്തെ പ്രഗത്ഭയായ ഒരു നടിയെ വിളിച്ചു വരുത്തിയ ശേഷം അവരെ കയറി പിടിക്കാൻ ശ്രമിക്കുക. ഈ മലയാള സിനിമ ഏറ്റവും തലപ്പൊക്കത്ത് നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ വരുന്നത്. നമുക്കറിയാം, എപ്പോഴും ദേശീയ അവാർഡിന് പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മലയാള സിനിമ പരിഗണിക്കപ്പെടും. അത്തരത്തിലുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമാക്കാരാണെന്ന് പറഞ്ഞ് ഇനി മാന്യന്മാരായാലും ക്രിമിനലുകളായാലും പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയല്ലേ ഇപ്പോഴുള്ളത്.
ഇനി ഈ അതെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശ വിവരങ്ങൾ പുറത്തു വരുമ്പോ ഈ സ്ത്രീകളൊക്കെ എങ്ങനെയാണ് ഇവിടെ സർവേ ചെയ്ത് പോയെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. അവർക്ക് കുടുംബങ്ങളുണ്ട്, അവരുടെ ഭർത്താക്കന്മാരുണ്ട്, അവരുടെ ഫാമിലി ഉണ്ട്. ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്റ്റാർഡം എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് പോയി. ഇതൊക്കെയാണ് സിനിമയിലെന്ന് അതിന്റെ ഓതന്റിക് ഉം. ആയിട്ടുള്ള രൂപം അത് ഇങ്ങനെയാണ് എന്ന് അതെ പുറത്തു വരുമ്പോ എങ്ങനെയാണ് ഒരാൾക്ക് സുരക്ഷിതമായി നാളെ ഒരു സ്ത്രീക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാനോ അല്ലെങ്കിൽ നിലനിൽക്കാനോ കഴിയുക? ഏതെങ്കിലും വീട്ടുകളിൽ നിന്ന് ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയെ എത്ര കലാപരമായ കഴിവുണ്ടെങ്കിലും ഏതെങ്കിലും വിടാൻ സാധ്യതയുണ്ടോ? കാരണം ഇത് പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ അതെ ശരിയാണ് പുരുഷന്മാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് അതിന് കുട പിടിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഷുഗർ ഡാഡി പോലത്തെ അത്തരം സംവിധാനങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. നിങ്ങൾ അങ്ങനത്തെ സ്ത്രീകളെ, താല്പര്യമുള്ളവരെ നിങ്ങൾ ഉപയോഗിച്ചോളൂ, താല്പര്യമില്ലാത്തവരെ നിങ്ങൾ ജോലി ചെയ്ത് പുറത്തു വിടൂ. അതാണ് പറയുന്നത്. എല്ലാവരെയും നിർബന്ധിച്ച് നിങ്ങൾക്ക് അനുകൂലമായി വഴക്കുന്ന രീതി അത് മാറ്റൂ. നിങ്ങൾക്ക് ജോലി അതെ അതെ വേണമെങ്കിൽ അതെ അങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തിപരമായി ഇപ്പോ സംവിധായകർക്കോ അല്ലെങ്കിൽ മനുഷ്യരാണ് ബേസിക്കലി വ്യക്തിപരമായി ആർക്കും ആരോടും ബന്ധമുണ്ടാകാം. ആ ബന്ധം നിങ്ങൾ പുറത്തു വെച്ചായിക്കോളൂ. അതുകൊണ്ട് ഉം. ഒരു സ്ത്രീയുമായി ബന്ധമുള്ളത് കൊണ്ട് മറ്റൊരു സ്ത്രീയെ ഉപദ്രവിക്കാനോ അവരുടെ അവസരങ്ങൾ അല്ല നിഷേധിക്കാനോ അത്തരത്തിലൊരു ബന്ധം ഒരാൾക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമായി വേഷം അത് വെക്കാൻ അത്തരത്തിലൊരു ബന്ധം അവർ പുലർത്തുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് കൂടെ അവർ സഹിക്കാനായിട്ട് തയ്യാറാകണം. കാരണം ഇപ്പൊ തീർച്ചയായിട്ടും. പുരുഷന്മാർ ഒരു അതെ, ബന്ധത്തിലോട്ട് ഒരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇപ്പൊ എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്. ഭാര്യ മക്കൾ ഉണ്ടായിട്ടാണ് ഞാൻ വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നാളെ അതിന്റെ കോൺസിക്വൻസസ് കൂടെ ഞാൻ സഹിക്കാൻ തയ്യാറായി നിൽക്കണം. അത് നാളെ ഈ ഞാൻ ബന്ധം പുലർത്തുന്ന ഈ സ്ത്രീ അവർ ഏത് രീതിയിലും എനിക്കെതിരെ തിരിയാം. ഇപ്പോ ചക്കരയും പിരിയൊക്കെ ആയിരിക്കും, പക്ഷെ നാളെ ഏത് രീതിയിൽ വേണമെങ്കിലും എനിക്കെതിരെ തിരിയാമെന്നുള്ള ഒരു ബോധം പുരുഷന്മാർക്കെല്ലാം വേണം. അത് ബോധമല്ല, അത് വിവേകം എന്ന് പറയും. അത് സ്വന്തം ഭാര്യയും സ്വന്തം കുട്ടികളെയൊക്കെ മറന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ വിജയ് ബാബുവിന്റെ കേസ് തന്നെ അറിയാലോ. വിജയ് ബാബുവിന് ഇത്തരത്തിലൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ പെൺകുട്ടി അവസാനം വിജയ് ബാബുവിനെതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷെ വിജയ് ബാബു ആ പെൺകുട്ടിയും യഥാർത്ഥത്തിൽ വളരെ വിജയ് നാള് ബാബുവിന്റെ ബന്ധമുണ്ടായിരുന്നു. കേസൊക്കെ ജെനുവിനായി അത് അതെ, ജെനുവിനായിരുന്നു, അത് അല്ല ജെനുവിനായിരുന്നു. ആ ജെനുവിനായ കേസാണോ എന്ന് അല്ല ഞാൻ പറയുന്ന വിജയ് ബാബുവിന്റെ ഒക്കെ കേസ് ഇപ്പൊ നമ്മള് ഒരാളുമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോൾ ഞാൻ ഇന്ന കാര്യം നിനക്ക് സാധിച്ചു തരും, നിന്നെ ഞാൻ നായികയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ബന്ധം ഉണ്ടാക്കുമ്പോൾ അതൊരു കോൺട്രാക്ട്, അതൊരു ബന്ധമാണെന്ന് പോലും ഞാൻ പറയില്ല. ഇറ്റ് വാസ് എ ഡീൽ, ഇറ്റ് വാസ് എ കോൺട്രാക്ട്. അതൊരു ഡീലാണ്. ഞാൻ നിനക്ക് ഇത് ഉണ്ടാക്കി, ആ ഡീല് തെറ്റി, അവിടെ വെച്ച് ഡീല് തെറ്റിപ്പോകുന്നു എന്നുള്ളതല്ലാതെ അതിൽ പീഡനം ആരോപിക്കേണ്ട വിഷയമുണ്ടോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുരുഷന്മാരും ഇരയാക്കപ്പെടുന്നവരില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല. രണ്ട് ഭാഗത്തുമുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലിടങ്ങളിൽ സ്വതന്ത്രമായി തൊഴിൽ ചെയ്യാനുള്ള അവസരം, അവിടെ ശരീരം വിറ്റിട്ടല്ല ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള അവസരം സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിനകത്ത് മറ്റ് എന്തെങ്കിലും ബന്ധങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ആയിക്കോളൂ. പക്ഷേ സ്ത്രീകളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട്, ആരും മോശക്കാരൊന്നുമല്ല. ഇപ്പൊ വരുന്ന സ്ത്രീകൾ ആരും മോശക്കാരോ അല്ലെങ്കിൽ രണ്ടാം കിടിയോ ഒന്നുമല്ല. എവിടെയാണ് പുരുഷൻ ഒന്നാം സ്ഥാനത്തും സ്ത്രീ രണ്ടാം സ്ഥാനത്തുമാണെന്ന് പറഞ്ഞത്? ഇന്നത്തെ സ്ത്രീകളെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്, നല്ല കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്. അപ്പൊ എങ്ങനെയാണ് സ്ത്രീകൾ ഒരു ശരീരം മാത്രമായി ചിന്തിക്കുന്നത് കൊണ്ടല്ലേ ഒരു സ്ത്രീയെ അനുവാദമില്ലാതെ കയറി പിടിക്കാൻ തോന്നുന്നത്? ഇത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് എന്റെ അവകാശമാണെന്ന് എങ്ങനെയാണ് പുരുഷന് ചിന്തിക്കാൻ കഴിയുക? ഇനി വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവരെ കയറി പിടിക്കാൻ ഒരുത്തരും അവകാശമില്ല. അവിടെയാണ് അതെ സിഗരറ്റ് വലിക്കാൻ വന്നതുകൊണ്ടാണ് കയറി പിടിക്കാൻ ശ്രമിച്ചതെന്ന ഭാഷ്യം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവർ മോശക്കാരിയാണെന്ന് സ്ഥാപിക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചത്. അവിടെയാണ് രഞ്ജിത്തിന്റെ തെറ്റ്. അതെ അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ സർക്കാർ ഞാൻ ഈ വിഷയത്തെ പറയുന്ന സർക്കാർ കൃത്യമായ നിലപാടെടുക്കണം. സർക്കാർ ഇതിൽ നിയമ നടപടി സ്വീകരിക്കണം. എടുക്കാവുന്ന കേസുകളെല്ലാം ആർക്കൊക്കെ എതിരെ പരാതി വന്നിട്ടുള്ള കേസ് എടുക്കണം. നിയമപരമായി അവർക്ക് നൽകേണ്ട നിയമസഹായം സർക്കാർ നൽകണം. ഞാൻ ചോദിച്ച സാധാരണഗതിയിൽ ഇപ്പൊ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുണ്ടെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്ന് കേരളത്തിലെ എല്ലാ കേസുകളിലും വാദിക്കുന്നുണ്ട്, കോടികൾ മുടക്കിക്കൊണ്ട്. കേരളത്തിലെ സ്ത്രീകളുടെ ജനുവിനായ ഒരു വിഷയമല്ലേ? ഒരു നല്ല വക്കീലിനെ കൊണ്ടൊന്ന് വാദിപ്പിക്കണം. അപ്പോ അത് മാത്രമല്ല, ഈ സിനിമാ സെറ്റുകളിൽ സംവിധായകനും പ്രൊഡ്യൂസറുമായിരിക്കണം സിനിമയുമായി ബന്ധപ്പെട്ട അവസാന വാക്ക് എന്ന് പറയുന്നത് അവരനുസരിപ്പിക്കണമെന്നല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിന് നിയമപരമായി അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇതിൽ കൃത്യമായി മുന്നോട്ടൊരു നിലപാടുമായി പോകാൻ കഴിയൂ. പോലീസുകാർക്ക് എല്ലാ ദിവസവും രാവിലെ പോയി എല്ലാ സിനിമാ സെറ്റുകളിലും കാവൽ നിൽക്കാൻ കഴിയില്ല. അതിനുള്ള പോലീസും മെഷീനറിയും ഒന്നും നമുക്കില്ല. പോലീസുകാർക്ക് തന്നെ ശമ്പളവും കഷ്ടപ്പാടുമായിട്ട് നടക്കുന്നവരാണ്. അവർക്ക് ഇനി സിനിമാ സെറ്റിലൂടെ പോയി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. അപ്പൊ എന്തായിരുന്നാലും ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഈ പറയൂ
അതായത് മലയാള സിനിമയെ ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിലേക്കാക്കി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. 5 വർഷം 4.5 വർഷം ഈ കിട്ടിയ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് സർക്കാർ സംരക്ഷിച്ചിരുന്നത് CPM-കാരായ ചില ആൾക്കാരെ സംരക്ഷിക്കാനായിരുന്നു, CPM അനുഭാവികളായ സംവിധായകരെയും മറ്റുള്ളവരെയും സംരക്ഷിക്കാനായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായി പറയുന്നു, ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും നൽകാൻ സർക്കാർ തയ്യാറാവണം. അവർക്ക് നീതി ഉറപ്പാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതെ, അതിന് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒരു ഐ ഓപ്പണർ ആവട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ കമ്മീഷൻ റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ സൂപ്പർ സ്റ്റാറുകളുടെ പേരുകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പല നടിമാരും ഈ കമ്മീഷന്റെ ബലത്തിൽ ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്താനായിട്ട് തയ്യാറായിട്ടുണ്ട്. അത് തന്നെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അലുവലികൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.